Hi friends, നമ്മൾ ഒരു 4 days ago നമ്മുടെ കീം ചാനലിൽ കീം 2026 അറിയേണ്ടതെല്ലാം എന്നൊരു വീഡിയോ ചെയ്ത സമയത്ത് അതിന്റെ താഴെ കമന്റ് ബോക്സിൽ ഒരുപാട് ഡൗട്ടുകൾ കണ്ടു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആ ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തു തരാമെന്ന് വിചാരിച്ചു. സോ നിങ്ങൾ നമ്മുടെ ഒരു കീം ചാനലിൽ പുതിയതാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ വരാൻ പോകുന്ന കീം എക്സാമുമായി ബന്ധപ്പെട്ട എല്ലാവിധ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈ ചാനലിലൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ ഒരു വീഡിയോയുടെ അടിയിൽ താഴെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതായത് നിങ്ങൾക്ക് മറുപടി വേണം എന്ന് തോന്നുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കാണ് മറുപടി തരാൻ പോകുന്നത്. ഒരു ഫസ്റ്റ് ആദ്യം ഒരു കുട്ടി ചോദിച്ച ക്വസ്റ്റ്യനാണ്, സാർ +2 മാർക്ക് എന്ന് പറയുമ്പോൾ ബോത്ത് +1 +2 ടോട്ടൽ മാർക്സ് ഇൻ PCM ആണോ നോക്കുക? അതായത് കീം എക്സാമിൻ്റെ റാങ്ക് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ഇയർ വരെ ലാസ്റ്റ് ഇയറിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുള്ളതാണ് റാങ്ക് പബ്ലിഷ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. +1 +2ൻ്റെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് മാർക്കാണോ കൺസിഡർ ചെയ്യുക? ഫിസിക്സ് കെമിസ്ട്രി മാർക്കും എൻട്രൻസിൻ്റെ മാർക്ക് കൂടിയും കൺസിഡർ ചെയ്തിട്ടാണ് റാങ്ക് പബ്ലിഷ് ചെയ്യുക. അതിൽ +1 +2ൻ്റെ അത് ഒരുമിച്ചല്ല കൂട്ടുക. നിങ്ങളുടെ +2, അതായത് +2 മാത്സ് ഫിസിക്സ് കെമിസ്ട്രി അതിൻ്റെ മാർക്ക് മാത്രമാണ് കൺസിഡർ ചെയ്യുക. +1 കൂടി കൺസിഡർ ചെയ്യില്ല. ഓക്കെ. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം, നെക്സ്റ്റ് ഇയർ നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന ആൾ ഈ ഇയർ കീം രജിസ്റ്റർ ചെയ്യണോ അതോ നെക്സ്റ്റ് ഇയർ ചെയ്താൽ മതിയോ? നിങ്ങൾ 2026 നീറ്റ് എഴുതുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് 2026 നിങ്ങൾ നീറ്റ് എഴുതിയിട്ട് അഡ്മിഷൻ നേടണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി ആയിരിക്കുമല്ലോ. കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ 2026 നീറ്റ് എഴുതിയിട്ട് അഡ്മിഷൻ നേടണമെന്നുള്ളതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 2026 കീം രജിസ്റ്റർ ചെയ്യണം. ഇനി അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന കുട്ടി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? കീം രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അവൻ ഏത് വർഷമാണോ എക്സാം എഴുതുന്നത് ആ വർഷത്തെ കീം രജിസ്റ്റർ ചെയ്താൽ മതി. നിങ്ങൾ ഈ വർഷം റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളൊക്കെ 2026 കീം നീറ്റാണ് എഴുതുക. അവർ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ 2026 കീം രജിസ്റ്റർ ചെയ്യണം. അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് പാരാമെഡിക്കൽ എക്സാം പറഞ്ഞു തരുമോ? അപ്പോൾ കീമിന് ആക്ച്വലി എഞ്ചിനീയറിങ്ങും അതേപോലെ തന്നെ BPharm കോഴ്സുകൾക്കും വേണ്ടിയിട്ടാണ് കീം എക്സാം നടത്തുന്നത്. അപ്പോൾ പാരാമെഡിക്കലിനായിട്ട് അങ്ങനെ ഒരു സ്പെഷ്യലൈസ്ഡ് എക്സാം ഇല്ല. പാരാമെഡിക്കലിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നിങ്ങളുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി +2ലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാർക്കുകൾ കൺസിഡർ ചെയ്തിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാണ് ചെയ്യുക. അതിന് നിങ്ങൾ ആദ്യം അപ്ലൈ ചെയ്യണം. നിങ്ങളുടെ മാർക്കുകളൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ടാണ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ എടുക്കുക. അപ്പോൾ നിങ്ങളുടെ മാർക്കിനനുസരിച്ചുള്ള ഒരു ഇൻഡെക്സ് നിങ്ങൾക്ക് കിട്ടും. ആ ഇൻഡെക്സ് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ കിട്ടുക. ഓക്കെ. ആൻഡ് അടുത്തൊരു ചോദ്യം, ഫാർമസി കീം റാങ്കിൽ +2 മാർക്ക് കൺസിഡർ ചെയ്യുമോ? ഫാർമസിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇടുന്ന സമയത്ത് പൊതുവെ +2 മാർക്ക് കൺസിഡർ ചെയ്യാറില്ല. എഞ്ചിനീയറിങ്ങിന് മാത്രമേ +2 മാർക്ക് കൺസിഡർ ചെയ്യും. ഫാർമസിക്ക് +2 മാർക്ക് കൺസിഡർ ചെയ്യില്ല. ഫാർമസിക്ക് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഫിസിക്സ് കെമിസ്ട്രി പഠിക്കുക എന്നുള്ളതാണ്. 75 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 75 കീമിന് സാധാരണ ഉണ്ടാകുന്നത് പോലെ 75 മാത്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകില്ല. പകരം 75 ക്വസ്റ്റ്യൻസ്, ടോട്ടൽ 75 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാകൂ. അപ്പോൾ അത് ഫിസിക്സും കെമിസ്ട്രിയും ആയിട്ടായിരിക്കും 75 ക്വസ്റ്റ്യൻസ് വരിക. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ത് മാത്രമേ ഉള്ളൂ? +2 നിങ്ങൾക്ക് പാസ്സാകുന്ന സമയത്ത് നിങ്ങളുടെ ഫിസിക്സ് കെമിസ്ട്രി 45% മാർക്ക് വേണം. 45% മാർക്ക് മിനിമം കിട്ടിയിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഫാർമസി കോഴ്സുകൾക്ക് എൻട്രൻസ് എഴുതാൻ പറ്റുക. കീം എക്സാം BPharmന് വേണ്ടിയിട്ട് എഴുതാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റിനും കൂടി വേണം കേട്ടോ. അത് ബയോളജിയോ അല്ലെങ്കിൽ മാത്സോ ഇതിനേതെങ്കിലും ഒന്നിനും കൂടി 40%-ലധികം വേണം. ഓക്കെ. BPharm ആയതുകൊണ്ട് അധികം ആൾക്കാരും ബയോളജി ആയിരിക്കും. ബയോളജി ഉള്ള ആൾക്കാർക്ക് 45% ബയോളജിയിൽ മാർക്ക് മതി. അതായത് ഈ 3 സബ്ജക്റ്റുകൾ ഫിസിക്സ് കെമിസ്ട്രി എന്തായാലും വേണം. പിന്നെ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റിൽ കൂടി 45% മിനിമം മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്ത ഇയർ +2 മാർക്സും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ അത് വലിയൊരു ചോദ്യമാണ്. ഈ വർഷം, അതായത് ലാസ്റ്റ് ഇയർ 2025 കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളൊക്കെ ചിലപ്പോൾ റീൽസിലും ന്യൂസിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. അജാസ് സാറൊക്കെ സുപ്രീം കോടതിയിലൊക്കെ പോയിട്ട് കേരളത്തിലെ സ്റ്റേറ്റ് ബോർഡിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയത്. അപ്പോൾ നെക്സ്റ്റ് ഇയർ മുതൽ കറക്റ്റ് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അടുത്ത വർഷം മുതൽ ഇത് മാറ്റി പുതിയൊരു പരിഷ്കരണം വെച്ചിട്ട് വേണം റാങ്ക് ഇടാൻ എന്നുള്ളത്. അപ്പോൾ അതിനി എങ്ങനെയാണ് വരാൻ പോകുന്നത് നമുക്ക് അറിയില്ല. നമുക്ക് നോക്കാം. എന്തായാലും ഈ വർഷം വരെ +2 മാർക്ക് കൺസിഡർ ചെയ്തുകൊണ്ടാണ് കീം റാങ്ക് ഇട്ടത്. നെക്സ്റ്റ് ഇയറിൽ അതിന് എന്തെങ്കിലും ഒരു മാറ്റം വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ച സംഭവം ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു കാര്യം തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഇനി BPharmനും എഞ്ചിനീയറിങ്ങിനും കൂടി രണ്ടിനും കൂടി അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് നമ്മളൊരു കീം അപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് BPharm എക്സാമും അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് എക്സാമും രണ്ടും കൂടി എഴുതാൻ പറ്റുമെന്നാണ് ആ കുട്ടി ചോദിച്ചത്. അപ്പോൾ രണ്ടിനും അപ്ലൈ ചെയ്യാം. നിങ്ങളൊരൊറ്റ അപ്ലിക്കേഷൻ്റെ അണ്ടറിൽ തന്നെ നിങ്ങൾക്ക് BPharmനും കീമിനും അപ്ലൈ ചെയ്യാം. 2 എക്സാമും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നോ പ്രോബ്ലം. ഒരൊറ്റ അപ്ലിക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് രണ്ടും ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ചെയ്താൽ മതി. ഇനി അടുത്ത നോക്കിക്കുക,
+2 മാത്രം PCM നോക്കിയിട്ടാണോ കീം റാങ്ക് ഇടുന്നത്, അതോ +1 +2? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, +2 മാത്രം നോക്കിയിട്ടാണ് കീമിന് റാങ്ക് ഇടുന്നത്. കീമിന് മീൻസ് എഞ്ചിനീയറിങ്ങിന് കേട്ടോ, ബിഫാമിന് അത് നോക്കാറില്ല. ഓക്കെ, കീം അപേക്ഷ ക്ഷണിച്ചോന്നാണ്. കീമിൻ്റെ അപേക്ഷ ക്ഷണിച്ചിട്ടില്ല. ഒരു അപ്രോക്സിമേറ്റ് എക്സാം ഡേറ്റ് ഏപ്രിൽ ഒരു മിഡ് വീക്കിലായിട്ട് കണ്ടിട്ടുണ്ട്. അത് ഒഫീഷ്യലി ആയിട്ട് വന്നിട്ടൊന്നുമില്ലെങ്കിലും ഒരു അപ്രോക്സിമേറ്റ് ഡേറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ അപേക്ഷ ക്ഷണിച്ചിട്ടില്ല. അപേക്ഷ വരുന്നത് ഏകദേശ സമയം എന്ന് പറയുന്നത് ഒരു ഫെബ്രുവരി പകുതിയൊക്കെ ആകുന്ന സമയത്താണ് കീമിനുള്ള അപേക്ഷ ക്ഷണിക്കുക. ഏപ്രിൽ പകുതിയൊക്കെ ആകുന്ന സമയത്താണ് എക്സാം നടക്കുക. ഓക്കെ, ആൻഡ് റിപ്പീറ്റേഴ്സ് ആകുമ്പോൾ +2 മാർക്കിൻ്റെ വെയിറ്റേജ് കുറയും. അങ്ങനെയൊന്നുമില്ല. അതായത് നിങ്ങൾ ഈ വർഷം കീം എഴുതുന്ന ആളാണെങ്കിലും, നിങ്ങൾ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് കീം എഴുതുന്ന ആളാണെങ്കിലും, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങളുടെ +2 മാർക്കിൻ്റെ ആ ഒരു വെയിറ്റേജ് കുറയൊന്നുമില്ല. ബോത്ത് ആർ സെയിം ആക്ച്വലി. അങ്ങനെയൊന്നും സംഭവിക്കാറില്ല കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ വർഷം മുതൽ +2 മാർക്കിന് വെച്ചുകൊണ്ടുള്ള ആ ഒരു റാങ്ക് ലിസ്റ്റിൽ എന്തെങ്കിലും ഒരു മാറ്റം വരും, ഉറപ്പാണ്. ടെക്സ്റ്റ് ബുക്ക് പഠിക്കണം, നല്ലൊരു ചോദ്യം. അതായത് കീമിൻ്റെ സിലബസ് ആക്ച്വലി പറയുമ്പോൾ +1 +2 രണ്ടും വരാറുണ്ട്. +1 ഉണ്ട്, +2 ഉണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് പഠിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ എന്തായാലും പഠിക്കണം. ടെക്സ്റ്റ് ബുക്ക് പഠിച്ച് ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണം. പക്ഷെ മുൻ വർഷങ്ങളിലൊക്കെ ചോദ്യപേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് ചില ചാപ്റ്ററിൽ നിന്ന്, അതായത് മുമ്പുണ്ടായിരുന്ന കുറച്ച് ഡിലീറ്റഡ് സാധനങ്ങളുണ്ട്, അത് കുറച്ച് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇറ്റ്സ് ബെറ്റർ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി റെഫർ ചെയ്തിട്ട് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോണ്ടന്റ് ഉണ്ട്, അതും കൂടി നിങ്ങൾ എക്സ്ട്രാ പഠിച്ചു വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ വളരെ സിമ്പിളായിട്ട് +2ൻ്റെ കൂടെ തന്നെ കവർ ചെയ്യാൻ പറ്റിയൊരു എക്സാമാണ്, അല്ലെങ്കിൽ സിലബസ് കവർ ചെയ്തുകൊണ്ട് എഴുതാൻ പറ്റിയൊരു എക്സാമാണ് കീം. ഭയങ്കര ബുദ്ധിമുട്ടൊന്നും അല്ല, നിങ്ങൾക്ക് ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതാണ് ഏറ്റവും നല്ലൊരു ക്വസ്റ്റ്യൻ. എ ക്വസ്റ്റ്യൻ പാസ്ഡ് ഔട്ട് 12 in 2025, failed a subject. Would I be eligible for KEAM 2026 after clearing that subject in say 2026? അതിനൊരു പ്രശ്നവുമില്ല. ആക്ച്വലി കീം എഴുതാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ പറയുന്നത് നിങ്ങളുടെ PCMൽ നിങ്ങൾക്ക് +2ൽ 45% മാർക്ക്, അതായത് 45%-ലധികം മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത്. പാസ്സാവാൻ 30% മാർക്ക് മതി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇയാൾക്ക് കീം എഴുതാം. 2025 ഒരു സബ്ജക്റ്റ് ഫെയിൽ ആയതാണ്. അപ്പോൾ ആ സബ്ജക്റ്റ് 2026 എക്സാമിന് ക്ലിയർ ചെയ്തിട്ട് ഇയാൾക്ക് കീം എഴുതാം, നോ പ്രോബ്ലം. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ആക്ച്വലി കീമിൻ്റെ ക്രൈറ്റീരിയ പ്രകാരം ഒരു അപ്പർ ഏജ് ലിമിറ്റ് ഒന്നുമില്ല. നിങ്ങൾ ഏത് വർഷം പാസ്സായി ഏത് വർഷം പാസ്സായില്ല എന്നുള്ളതൊന്നും നോക്കില്ല. നിങ്ങൾക്ക് +2ൽ PCMന് 45% പ്ലസ് മാർക്ക് വാങ്ങിയിരിക്കണം. അത് മാത്രമേ ഉള്ളൂ ക്രൈറ്റീരിയ. അപ്പോൾ ഇയാൾക്ക് എന്തായാലും അത് ക്ലിയർ ചെയ്തുകൊണ്ട് 2026 കീം എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും എന്ന് എനിക്കറിയാം. ആ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും ഈ കമൻറ്റ് ബോക്സിൽ പറയുക. ബാക്കി നമുക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിപ്ലൈ തരാം. നമ്മൾ കീമിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കീമിൻ്റെ ബാച്ചിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ കാണുന്ന ഒരു സ്ക്രോൾ പോകുന്ന കോൺടാക്ട് നമ്പർ ഉണ്ട്, അതിൽ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.